നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് നിലവിലുള്ള മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ വളരെ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ എന്നീ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും രൂക്ഷമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കരുതെന്നും തിരമാലകൾ ശക്തമാകുന്ന സമയത്ത് മത്സ്യബന്ധന യാനങ്ങൾ കടലിലിറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ തീരശോഷണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കുന്നതോടൊപ്പം ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരവും കടലിൽ ഇറങ്ങിയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: UPI സേവനങ്ങൾക്ക് നിരക്ക് ഈടാക്കുമെന്ന റിപ്പോർട്ടുകളിൽ വ്യക്തത വരുത്തി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPI ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് യാതൊരുവിധ അധിക ഫീസും നൽകേണ്ടി വരില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് MDR വ്യാപാരികളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നും കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് ബാങ്കുകളെയും ഫിൻടെക് കമ്പനികളെയും പിന്തുണയ്ക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും സാങ്കേതിക മേഖലയിൽ കൂടുതൽ തുക നിക്ഷേപിക്കണമെങ്കിൽ ഇത്തരം ഫീസുകൾ ആവശ്യമാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം MDRന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UPIയും NPCIയും ആണെന്നും അവർ വ്യക്തമാക്കി. വ്യാപാരികൾ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്കുകളും പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഈടാക്കുന്ന ഫീസാണ് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. പുതിയ നിയമ ഭേദഗതി പ്രകാരം UPI അടക്കമുള്ള ഇടപാടുകൾക്ക് MDR ചുമത്താനുള്ള തീരുമാനം സാധാരണക്കാർക്ക് സാമ്പത്തിക ഭാരമാകുമെന്നും ഉപഭോക്താക്കളെ ഇത് നേരിട്ട് ബാധിക്കുമെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അടക്കമുള്ളവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ജയറാം രമേശ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിന് മറുപടിയായാണ് സാധാരണക്കാർക്ക് അധിക ചെലവ് വരില്ലെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ വിഷയത്തിൽ അന്തിമ വ്യക്തത വരുത്തിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ജനക്ഷേമ പദ്ധതികളിലൊന്നായ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വിതരണം പുനരാരംഭിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ ആരംഭിച്ചു. മാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതിക്കായി 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നെങ്കിലും പിന്നീട് വന്ന UDF സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ബജറ്റ് എസ്റ്റിമേറ്റ് പാസ്സാക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി വരുന്നു. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ധനസഹായത്തിന് അർഹതയുള്ളത്. +2 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മത്സര പരീക്ഷ പരിശീലനത്തോടൊപ്പം വിവിധ നൈപുണ്യ വികസന കോഴ്സുകൾക്കോ വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഓൺലൈനായി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. പ്രതിവർഷം 5 ലക്ഷം പേർക്ക് ആനുകൂല്യം നൽകാനാണ് തീരുമാനിച്ചതെങ്കിലും നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരാണ് ഉള്ളത്. ഇവരുടെ പരിശോധനകളും ആനുകൂല്യം ലഭിക്കേണ്ട ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക തയ്യാറാക്കലും എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പൂർത്തിയാക്കും. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങുകയും ഫണ്ട് അലോക്കേഷൻ വ്യക്തമാവുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിന് ശേഷം വിതരണം മുടങ്ങിയതുകൊണ്ട് 3 മാസത്തെ കുടിശ്ശിക തുക ഒരുമിച്ച് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്താനാണ് സാധ്യത. വരാനിരിക്കുന്ന ഓണക്കാലത്തിന് മുന്നോടിയായി തന്നെ തുക വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. മുൻപ് അപേക്ഷ നൽകിയവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്ക് ഏറെ ആശ്വാസകരമായ 2 പുതിയ മാറ്റങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ മാസം 15 മുതൽ നടപ്പിലാക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വരുത്തിയ പ്രധാനപ്പെട്ട ഭേദഗതികൾ പ്രകാരം ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞവർക്കും മുൻകൂട്ടി പുതുക്കുന്നവർക്കും വലിയ നേട്ടമുണ്ടാകും. ആദ്യത്തെ ഭേദഗതി അനുസരിച്ച് ലൈസൻസ് കാലാവധി തീർന്നാലും അടുത്ത 30 ദിവസം വരെ പഴയ ലൈസൻസ് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. 1988 നിയമത്തിലുണ്ടായിരുന്ന ഈ ഗ്രേസ് പീരീഡ് സൗകര്യം 2019 നിർത്തിവച്ചിരുന്നു.
ഓഗസ്റ്റ് 15 മുതൽ ഈ ആനുകൂല്യം തിരികെ വരികയാണ്. രണ്ടാമത്തെ പ്രധാന മാറ്റം ലൈസൻസ് കാലാവധിക്ക് മുൻപേ പുതുക്കുന്നവർക്കാണ് ഗുണകരമാകുന്നത്. നിലവിൽ കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപ് മുതൽ പുതുക്കാൻ സാധിക്കുമെങ്കിലും അപ്രൂവ് ചെയ്യുന്ന ദിവസം മുതലായിരുന്നു പുതിയ കാലാവധി കണക്കാക്കിയിരുന്നത്. ഇതുമൂലം ആളുകൾക്ക് ബാക്കിയുള്ള കാലാവധി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം എന്ന് പുതുക്കിയാലും നിലവിലുള്ള ലൈസൻസിന്റെ കാലാവധി അവസാനിക്കുന്ന അന്നു മുതൽ മാത്രമേ പുതിയ കാലാവധി പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതായത് ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപ്, കാലാവധി കഴിഞ്ഞ് 1 വർഷം വരെ, ആകെ 2 വർഷം ആർക്കും കാലാവധി നഷ്ടപ്പെടാതെ ലൈസൻസ് പുതുക്കാനാകും. കൂടാതെ വിദേശത്തുള്ള പ്രവാസികൾക്ക് നാട്ടിൽ വരാതെ തന്നെ ഓൺലൈനായി ലൈസൻസ് പുതുക്കാൻ അവസരമുണ്ട്. അതിനായി അവിടെയുള്ള ഇന്ത്യൻ ഡോക്ടറോ ഇന്ത്യൻ കോൺസുലേറ്റ് അംഗീകരിച്ച ഡോക്ടറോ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അതീവ നിർണായകമായ ഒരു പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ തീരുമാനപ്രകാരം ഇനി മുതൽ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെയും കാർഷിക ബാങ്കുകളെയും പൂർണ്ണമായും ഒഴിവാക്കുകയും പകരം വാണിജ്യ ബാങ്കുകൾ വഴി മാത്രം തുക കൈമാറുകയും ചെയ്യും. 2016 മുതൽ പെൻഷൻകാരിൽ പകുതിയോളം പേർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലാണ് പണം എത്തിച്ചിരുന്നത്. എങ്കിൽ ആ സംവിധാനത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്. പെൻഷൻ വിതരണ പ്രക്രിയ പൂർണ്ണമായും സുതാര്യമാക്കാനും മുൻപ് 10 ദിവസത്തോളം നീണ്ടുനിന്നിരുന്ന വിതരണ സമയം ഒഴിവാക്കി തുക അനുവദിക്കുന്ന ദിവസം തന്നെ ആളുകളിലേക്ക് എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതോടെ ബാങ്കിൽ നേരിട്ട് പോകാതെ തന്നെ UPI ഉൾപ്പെടെയുള്ള ആധുനിക ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാനും സാധിക്കും. അതേസമയം കിടപ്പ് രോഗികളായ പെൻഷൻകാരുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അവർക്ക് ഈ ഉത്തരവിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് മുൻപത്തെ പോലെ തന്നെ പെൻഷൻ തുക വീടുകളിൽ നേരിട്ട് എത്തിച്ചു നൽകും. എങ്കിലും നിലവിൽ വീടുകളിൽ പെൻഷൻ വാങ്ങിയിരുന്ന ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പുതുതായി ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കേണ്ടി വരും എന്നതാണ് നിലവിലെ പ്രധാന കടമ്പ. വരാനിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 15ഓടെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ പുതിയ അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കേണ്ടതുള്ളതിനാൽ ഈ മാറ്റം പെട്ടെന്ന് പൂർണ്ണമായും നടപ്പിലാക്കുക പ്രായോഗികമായിരിക്കില്ല. കൂടാതെ ഈ പുതിയ മാറ്റങ്ങൾക്കിടയിലും പെൻഷൻ തടസ്സപ്പെടാതിരിക്കാൻ മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കാത്തവർ അത് ഉടൻ തന്നെ ചെയ്യാനും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ബാക്കിയുള്ളവർ എത്രയും വേഗം അത് സമർപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപ കൂടി 13,740 രൂപയും പവന് 120 രൂപ കൂടി 1,09,920 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.